ഹലോ ഗൈസ്, ഞാനാണ് MC. അപ്പം എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ലെറ്റ്സ് പ്ലേ ആയിട്ട്. കുറേ ദിവസമായിട്ട് വേൾഡിൽ കയറിയില്ല, ബട്ട് ഇത്രയും കിട്ടി. ഇതിൻ്റെ പേരാണ് ഭാഗ്യം. അല്ല, ഞാൻ AFK നിന്നല്ല ഗൈസ്, ഇത് ഭാഗ്യമാണ്, ഭാഗ്യം. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് ഇവിടെ വെച്ചേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞോളാം. സ്ട്രിങ് കുന്നോ ഇല്ലാത്ത തോന്നുന്നു. അപ്പം പറയുന്നത് ഇന്ന് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് വാങ്ങാൻ പോകണ കൈസ് ഫൈനലി ഒരു ഡയമണ്ട് ആർമർ. അത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ച് എമറാൾഡും കാര്യങ്ങളും ഇരിക്കുന്നത്. അത് തന്നെ ഞാൻ ഇവിടെ കുറച്ച് AFK നിന്നു, അതിൽ നിന്ന് അയൺ ഉണ്ടായിരുന്നു, അത് ട്രേഡ് ചെയ്ത് ഇത്ര എമറാൾഡാക്കി. അപ്പോൾ ഇതും ട്രേഡ് ചെയ്ത് നമുക്ക് എമറാൾഡ് ആക്കണം. എന്നിട്ട് ഡയമണ്ട് ആർമർ വാങ്ങിച്ചിട്ട് വേണം ഇന്നത്തെ മെയിൻ പരിപാടി ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ത്, അതാണ് നെതർ പോർട്ടൽ ലിങ്ക് ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ AF ഫാമുമായിട്ട്. ലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ലിങ്ക് ചെയ്യുന്നില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും ലോങ് ആയിട്ട് നടക്കണ്ടല്ലോ, ഇതാകുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഇത്ര എത്തിക്കും. അപ്പോൾ അതിന് കുഞ്ഞു ബിൽഡ് നമ്മൾ അതിൻ്റെ ഒപ്പം ചെയ്യും, ചെറിയ ഡിസൈൻ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഫിനിഷ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ, അധികം ലോങ് ഒന്നും ആയിരിക്കൂല, കിളർപ്പുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വെരി ക്ലോസ് ആണ് 13K. അപ്പോൾ ഈ മാസം തന്നെ എനിക്ക് 13K അടിച്ച് വീട്ടിലിരിക്കണം. ഓക്കെ മക്കളെ, ഞാൻ വന്നു. ഓക്കെ, ആരടാ അയൺ ട്രേഡ് തന്നുകൊണ്ടിരുന്ന? ഇവനായിരുന്നാ? ഇവനല്ല. നീ ആയിരുന്നാടാ? നീയുമല്ല. നീ ആയിരുന്നാടാ? നീയുമല്ല. നീ ആയിരുന്നാ? ആയി വന്നേനാണ്ടാ. അപ്പം ഞാനിതൊന്ന് മുഴുവൻ ഇരുന്ന് ട്രേഡ് ചെയ്യാം. ഓക്കെ, അവൻ നിർത്തിയടാ പട്ടി, ട്രേഡ് നിർത്തി. ടൈമിൻ്റെ പാൻറ് ഇങ്ങനെ ഇരിക്കാം. ഇപ്പം ഈ ട്രേഡ് നല്ല ആക്കട്ടെ. അതുവരെ ഞാൻ എന്ത് ചെയ്യുന്നു പലരും തീരുമാനിക്കുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യും ഞാൻ. നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യണം ഗൈസ്. എല്ലാം സാധനം വരണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ ആ സാധനം തന്നെ വരും. അതെ തന്നെ വരും. നിങ്ങൾ കുഴിമന്തി വാങ്ങിച്ചാൽ അത് വെയിറ്റ് ചെയ്യില്ലേ? അതായത് ഹോട്ടലിൽ പോയി നിങ്ങളൊരു കുഴിമന്തി വാങ്ങിച്ച് അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അല്ലാതെ അയാൾ പറഞ്ഞു പടമെന്ന് പറഞ്ഞുകൊണ്ട് തരില്ല. അതേപോലെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് കുഴിമന്തി തരില്ല, ബട്ട് അയം തരും, ക്യാമറയുടെ തരും. കണ്ട, വെയിറ്റ് ചെയ്താലും ഇപ്പോൾ കിട്ടും. ടമോനെ പെട്ടെന്ന് എല്ലാം ചെയ്യണം കേട്ടോ, പെട്ടെന്ന് നീ ഇതെടുക്കാനുള്ള. ഓക്കെ, കുറച്ച് പാൻറ് വാങ്ങാം. ഓക്കെ, പാൻറ് ഞാൻ വാങ്ങിച്ചു. അത് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ടു വെച്ചു. ഓക്കെ, പാൻറ്റും തരും, ഹെൽമെറ്റും തരും. ഒരു പാൻറ് നമ്മളങ്ങനെ വാങ്ങി. അങ്ങനെ ഡയമണ്ട് പാൻറ് നമുക്കായി. ഒരു പാൻറ് വാങ്ങിച്ചോളല്ലേ? ഒരു പാൻറ്, എനിക്കൊരു പാൻറ് മതി. ഇനി അടുത്ത് നമ്മൾ ഹെൽമെറ്റ് വാങ്ങണം. ഹെൽമെറ്റ് 20. അത് തിക്കണമെങ്കിൽ ഇവൻ അയൺട്രേഡ് ലോക്ക് ചെയ്യണം. അങ്ങനെ ലോക്ക് ചെയ്തില്ല, കള്ളപ്പട്ടി പെട്ടെന്ന്. അപ്പം നമുക്കിവിടെ പാൻറ് തരാത്ത പാൻറ് ഇവന് തോന്നുന്ന പാൻറ്റും ഹെൽമെറ്റ് അല്ലേ? അതെ, ഹെൽമെറ്റ്. അപ്പോൾ ഈ നമുക്ക് വേണ്ട ചെസ്റ്റ് പ്ലേറ്റ് ഇവൻ തരും. വേറെ വഴിയില്ല, ആറെടുത്ത് വാങ്ങണം, നഷ്ടം. ഓക്കെ, എനിക്ക് ഹെൽമെറ്റായി. ഓക്കെ, ഹെൽമെറ്റ് വാങ്ങിച്ച്. എൻ്റെ മോനെ, ഇന്ന് ഞാൻ ഡയമണ്ട് ആർമറാവൂ. നീ അല്ലല്ലോടാ ഇവിടെ അടുത്ത് ചെസ്റ്റ് പ്ലേറ്റ് വിട്ടിട്ടുണ്ട്. അതെ, ഇവൻ തന്നെ. കളപ്പട്ടി എമറാൾ കയറുന്നു. ഇവിടെ ആരാ ഡയമണ്ട് വയ്ക്കുന്നത്? നീ വയ്ക്കുന്നില്ല. നീ വയ്ക്കുന്നുണ്ടാ? ഉണ്ട്. 18 ആയം വേണം നമുക്ക്, 18 എണ്ണം. 2 ചെസ്റ്റ് പ്ലേറ്റ് വാങ്ങിച്ചാൽ അത്ര ആവും. എടാ, ഇങ്ങനെയാണെങ്കിൽ ഇന്നെങ്ങനെ ആവുവാടാ? എൻ്റെ ഒരാൾ ഇങ്ങനെ തിന്നീർക്കോണല്ലോ യുവാരി. ഇവിടെ എത്രയായി? ഇവിടെ എത്ര എണ്ണം ആയെന്ന് നോക്കട്ടെ. ഇത് ഭയങ്കര ഷോവാണല്ലോടാ. ഒരു വലിയ ഫാമിനെ നോക്കിയിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് റീബിൽഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരും. ഷുഗർ കീ ഫാം റീബിൽഡ്. ഏതല്ലേ അത്? നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ആയി, എലേറ്ററൊക്കെ ആയി. സോറി, എന്താ പറയുന്നത്, നെതറൈക്ക് ആർമറായി, എലേറ്ററൊക്കെ ആകുമ്പോൾ ഒരു വലിയൊരു ഷുഗർ കീ ഫാം നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പം ആരടാ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടുകൊണ്ടിരുന്ന? ആ കള്ളപ്പൊട്ടൻ ഏതായിരുന്നു? നീ തന്നെ. യെസ്, അയൺ. ചടപടാത് പറയാൻ അയൺ ട്രേഡി. ഓക്കെ, അയൺ ട്രേഡ് നിർത്തി. ഇവിടെ ഇവനും പാൻറ്റാണായിരുന്നാ? അവിടെ ഇവിടെ ചെസ്റ്റ് പ്ലേറ്റ് ഇല്ല കാണിച്ചാൽ. ചെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇവൻ ചെസ്റ്റ് പ്ലേറ്റാണ് കാണിക്കണ്ട. ഇവിടെ പാൻറ്റ് എങ്ങനെ വന്ന്? ഇവിടെ പാൻറ്റ് വാങ്ങിച്ചടാ. താഴോട്ടോ ഇപ്പോൾ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ട് വയ്ക്കും.
എനിക്ക് ആയിരം വാങ്ങിച്ചു നോക്കാം. ഓക്കെ, ഹെൽമെറ്റ്. ചെസ്റ്റ് പ്ലേറ്റ് വേറെ ആൾക്കാരാണ് എനിക്ക് തരുന്നത്. ചെസ്റ്റ് പ്ലേറ്റ് ആരാടായിരുന്ന? ഇവൻ ചെസ്റ്റ് പ്ലേറ്റ് തന്നില്ല, ഇവൻ മാസ്റ്ററായി. എന്ത് പരിപാടിയാടാ അത്? എന്നെ പറ്റിച്ചു. ഇത്ര അയണുള്ളടാ. ഇനി അയൺ ട്രേഡ് തരാൻ തുടങ്ങിയ വെട്ടാക്കി കള്ളപ്പന്നി. ഇവിടെ വേറെ ആരെങ്കിലും ചെസ്റ്റ് പ്ലേറ്റ് വയ്ക്കുന്ന? നീ ബൂട്ട് വയ്ക്കുമല്ലേ? വാങ്ങിച്ചു നോക്കാം. ഇനി ബൂട്ട് എനിക്ക് വേണം. ബൂട്ട് എനിക്കണം. അപ്പോൾ ബൂട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ചില ബൂട്ടിൻ്റെ അകത്ത് വന്നാലാ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫുൾ അയൺ എംബറാൾഡ് ആക്കാം. ഫുള്ള് വേണ്ട, ഒരു സ്റ്റാക്ക് അയൺ വിറ്റിട്ട് അത് എമറാൾഡ് ആക്കിയിട്ട് ഇവനുമായിട്ട് ട്രേഡ് ചെയ്ത് ഇവൻ അയൺ ട്രേഡ് എത്തിച്ച് ഇവൻ്റെ നിന്ന് ഫുൾ അയൺ ട്രേഡ് ചെയ്യിപ്പിച്ചിട്ട് അവൻ്റെ നിന്ന് ചെസ്റ്റ് പ്ലേറ്റും ബൂട്ടും വാങ്ങിച്ച് നമുക്ക് ഡയമണ്ട് ആർമറായിട്ട് ആ നെതർ പോർട്ടൽ ലിങ്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, ഇവിടെ ആരാടാ? നീയല്ലേ? അത് തന്നെ. ഒരു സ്റ്റാക്ക് അയണും കൂടെ വയ്ക്കുക. ഒരു സ്റ്റാക്ക് അയണും കൂടെ വയ്ക്കുക. ഒരു സ്റ്റാക്ക് അയണും കൂടെ വിൽക്കണം. ഒരു സ്റ്റാക്ക് അയണും കൂടെ. ഒരു സ്റ്റാക്ക് 31 മതി. 31 മതി. ഞാൻ ഊണിയോളാം. ആരാടാ ആരാ അടുത്ത ബൂട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു? ഇവൻ തന്നെ. ഇവൻ്റെ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തീർന്നാ? നീ എന്താ തിന്ന് തീർക്കുന്നാടാ? ഗൈസ്, ഇവ തിന്ന് തീർക്കുവാ. നീ ഇങ്ങോട്ട് വന്നടാ. ഒരൊറ്റ എമറാൾഡ് 8 നഷ്ടമാ. 8 അങ്ങനെ പോയി കിട്ടി. പാടാ കള്ളപ്പട്ടി. എൻ്റെ ബൂട്ട് കൊണ്ട് പൊഴി തിന്നു. എടാ വേറൊരുത്തനായും വിറ്റളതല്ലോടാ. ആ പൊട്ടർ അവിടെ പോടാ. അവനെ ലിങ്ക് ചെയ്തിട്ട് അവനെ എങ്ങോട്ട് ഓടിപ്പോയി. അവൻ ലോക്കാക്കി. 4 ഓക്കെ, ഞാൻ വീണ്ടും റെഡിയാണ് ബ്രോ. 4 32 ഭയം കുറഞ്ഞടാ. എന്നാ പുഴി തിന്നി. ഓക്കെ, അതില്ലേ പൂട്ട്. യെസ്, പൂട്ട്. അയ്യോ, പൂട്ട് കിട്ടി. ഇനി ചെസ്റ്റ് പ്ലേറ്റ് കൂടെ വേണം. നമുക്ക് 4 നോക്കും. 4 ഇരുന്നവന് വേണം. 6 വേണ്ട, 4 മതി. 4 ഇങ്ങനെ തപ്പിയതേ. അപ്പം ഈ 4 എടുത്തവരെ കിട്ടും. വെറുതെ 6 കൊടുത്ത് അത്ര അയം കളയണ്ടല്ലോ. 4 അത്ര അയണായി. ഒരെണ്ണം കൂടെ വയ്ക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ആരെങ്കിലും അയം തരുമോ? 4 ഫിനിഷ്. 30 ഇത്രയായി. അപ്പം 5 ഷീൽഡ് എത്ര വിറ്റാലാ അവനാതായിരുന്നു? ഇന്ന് എന്നെ എന്തായാലും ഞാൻ എൻ്റെ കാര്യത്തിൽ തീരുമാനിക്കണം. ഇവൻ തന്നെ. അയൺ ട്രേഡ് കൊണ്ടുവന്നടാ. കുഴപ്പമില്ല. ടിക്ക് ടിക്ക്. യെസ്, ചെസ്റ്റ് പ്ലേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ബൂട്ട് കിട്ടി. ചെസ്റ്റ് പ്ലേറ്റ് അടുത്ത വീഡിയോ. ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ വീണ്ടും പോയി 28 ഒരാളുടെ ഒപ്പിക്കണം. 28 മണ്ടൊക്കെ ഒപ്പിക്കണം. കുറച്ച് അയൺ കൂടുതൽ ഒപ്പിക്കണം. ഷിറ്റ്, കുറച്ച് എക്സ്ട്രാ ഷീൽഡ് കിട്ടിയിട്ടുണ്ട്. ഷീൽഡ് ലെഫ്റ്റ് ഹാൻഡ് വെക്കാം. നമ്മുടെ ഷീൽഡ് ഇല്ലായിരുന്നു. ഓക്കെ, ഞാൻ കുറച്ച് കിട്ടുന്നെങ്കിൽ ആ 900 അൺലോക്കാക്കി ഇപ്പം എനിക്ക് വാങ്ങാമായിരുന്നു. അപ്പോൾ ഗൈസ്, അതിനുശേഷം ഞാൻ വീണ്ടും ലൈവ് ഫാമിൽ പോയി AFK ചെയ്യുന്നായിരുന്നു. ആ ഭാഗം എൻ്റെ റെക്കോർഡർ ചതിച്ചു. അങ്ങനെ കുറേ നേരം AFK ചെയ്യുന്ന ഞാൻ ഒരുപാട് സ്റ്റാക്ക് അയൺ ഒപ്പിച്ചിട്ടുണ്ട്. നോക്ക്, എൻ്റെ പൊന്നോ, ഇത് പെടാൻ പെട്ട കഷ്ടപ്പാടേ. എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയണെല്ലാം ഇത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ 6 മാറ്റിയില്ലേ. 4 തരുന്ന ആരെങ്കിലും ഉണ്ടോ? 4 അതെ, 4 തന്നവൻ തീർന്ന്. ഇനി നീ 4 ഇനി ആരെങ്കിലും 4 തരുമോ? 7
കാളപ്പാട്ട് 7 തരുന്നു, ഞാൻ വാങ്ങൂല. 4 ഇനി ആരെങ്കിലും 4 തരുമോ ദൈവം? ഇപ്പോൾ ഒരു സ്റ്റാക്ക് ആവും കൈസ്, ഒരു സ്റ്റാക്ക് എമറാൾഡ്. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ബാക്കി അവന്മാരെ ഞാൻ ട്രേഡ് ചെയ്യാം. ഓക്കെ, നീ 6 ഈവൻ ചെസ്റ്റ് പ്ലേറ്റ് വിൽക്കൂല, നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഇനി വേണ്ടല്ലേ. ബൂട്ട്, ഓക്കെ ബൂട്ട് ഞാൻ വാങ്ങിച്ച്. ട്രേഡ് യെസ്, I unlock the chest plate. Full diamond armor guys. Yo, high excitement, my excitement. Oh, diamond armor കിട്ടിയടാ. ഇനി അത് ധരിക്കും, പുറത്തു ധരിക്കാം. Oh my goodness. ഡയമണ്ട് ആർമർ. ഞാൻ എന്തിനാ ഇത്ര എക്സൈറ്റ്മെന്റ് ആവുന്നെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റക്ക് ഒരു സിംഗിൾ വേർഡിൽ ഡയമണ്ട് ആർമർ ഉണ്ടാക്കി. അതേ കഴിച്ചില്ല കേട്ടോ, ശരിയാ, ഫസ്റ്റ് ടൈമാണ് ഇതെൻ്റെ. ഭയങ്കര ഒരുപാട് നാളായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സർവൈവൽ മോഡ് ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ ലെറ്റ്സ് പ്ലേയിലാണ് ഞാൻ ആദ്യമായിട്ട് സർവൈവൽ മോഡാണ് കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ സർവൈവലൊക്കെ കളിച്ചിരുന്ന സ്പീഡ് റൺ, മാൻ റൺ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അത് മുഴുവൻ പൊട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു വില്ലേജറിനെ സെറ്റാക്കണം. ഒരെണ്ണം മതി, ഡയമണ്ട് സോളിടുന്ന ഒരാൾ മതി. ഓക്കെ, ഞാൻ ഇത് തുറന്നിരിക്കട്ടെ. ഇവന്മാരും ഇങ്ങോട്ട് വരട്ടെ. അല്ലേ വാടാ, നിങ്ങൾക്ക് വേണ്ടി ഇത് നിങ്ങളുടെ വീടാന്ന് കരുതിയാൽ മതി കേട്ടാ. ഇവിടെ വേറെ ആരുമില്ല, ഇത് നിങ്ങളുടെ വീട്. വരുന്നില്ല മഞ്ഞൾ. ഇവിടെ നിങ്ങളുടെ വീടാടാ ഇത്. ഇവിടെ ബെഡ് ഓൾറെഡി സെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്. ഓ, ഒരെണ്ണെടുത്ത്, എൻ്റെ ഭാഗ്യം. ഇനി വേണം നമുക്കൊരു 40 മതിയാവും. 40 കൊണ്ടുപോകാം. 24 കുഴപ്പമില്ല. ഇനി ഇതാടാ. ഓ, ബ്രെഡ് വിൽക്കുന്നുണ്ട്. കുറച്ച് ബ്രെഡ് വാങ്ങിച്ചു വെക്കാം, എൻ്റെ ബ്രെഡില്ല. ഓക്കെ, എൻ്റെ കയ്യിലുള്ള എമറാൾഡ് 11 ഉള്ളൂ. ഇനി സോഡ് വാങ്ങാൻ വേണ്ടി വന്നേ. സോഡിൻ്റെ ആൾക്കാർ എങ്ങോട്ട് ഓടി. അതേടി. ഓ അതിൻ്റെ തീർന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ട്രേഡിലോ. മാസ്റ്റർ, യോ ഇതത് സോഡ് സ്മിത്ത് ടു. നീ വേറെത്തണമുണ്ടല്ലോ, അവനെത്തിക്കണം. അവനെത്തിച്ചിട്ട് അവനെന്തോ ഇരുന്ന് നോക്കണം. ഇവർ രണ്ടിൽ ഏറ്റവും നല്ല സോഡ് ഇരുന്നാളെ ഞാൻ എടുക്കും. ദൈവേ. ഓക്കെ, താളെ അതിൻ്റെ ഏറ്റവും നല്ല സോഡ്. ഓക്കെ, ഷാർപ്നെസ് 2. എടാ, സ്മിത്തിങ് 2 ആണ് നല്ലത്, ഷാർപ്നെസ് 2 ആണല്ലോ അത്. ഞാൻ ലൈക്കുന്നത് സോഡിൽ ഷാർപ്നെസ് 5 ഇട്ടിട്ട് ആക്സിൽ സ്മിത്തി 5 ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഷാർപ്നെസ് ആണ് നല്ലത്. ഷാർപ്നെസ് എടുക്കാം. ഓക്കെ, ഷാർപ്നെസ് അങ്ങനെ വാങ്ങിച്ചു. ഇനി നമ്മുടെ പഴയ സ്ഥലത്ത് നമ്മുടെ ടൂൾസ് വാങ്ങാനുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഹോയും വേണം, പിന്നെ ഷവല്, ഹാക്സ് വേണം. ഇത് രണ്ടുമാണ് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണം. ഈ ആക്സ് 24 എമറാൾഡ്. ഓക്കെ ബ്രദർ, വെയിറ്റ്, 24 എമറാൾഡ് അല്ലേ? ആക്സ് എടുത്തോ. ഓക്കെ, അപ്പോൾ നമുക്കിനി വേണ്ടത് ഹോയാണ്. ഇനി ഇവിടെ ആരെങ്കിലും ഹോ വയ്ക്കുന്നു. കിട്ടിയടാ ഹോ ഞാൻ ചേച്ചി കിട്ടത്തില്ലായിരിക്കും. ഇത്ര വില്ലേജർമാർ കുറച്ച് പേരെ ഹോ വിൽക്കത്തുള്ളായിരുന്നു. അപ്പോൾ ആ ഹോയും കിട്ടി. അങ്ങനെ നമ്മൾ ഫുൾ ടൂൾസ് ആൻഡ് ആർമർ ആയിട്ടുണ്ട്. അതിൻ്റെ ഡയമണ്ടാ. ഇനി നമുക്ക് നെതറേക്ക് പതിയാവാം. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം നോക്കണം. യെസ്, ഞാൻ പറയാം നെതർ പോർട്ടൽ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ നെതർ പോർട്ടൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ ദിവസവും 2 അയങ്കോല് കറങ്ങി നടക്കുമായിരുന്നു. അത് തന്നെ ആ വില്ലേജസ്, അവിടെ 20 വില്ലേജസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ 2 അയങ്കോല് ഇതിൻ്റെ അകത്ത് കയറി. അതിൻ്റെ ഒപ്പം സോംബീസ്, ക്രീപ്പറൊക്കെ അവിടെ നടക്കുന്ന അവന്മാരും കയറി. അങ്ങനെ അന്ന് ഞാൻ അവിടെ ഒരു റൺ പോർട്ടലുണ്ടാക്കി. അതിനകത്ത് കയറി. ഗെയിമിന് ഫുള്ള് കൺഫ്യൂഷനായി. ഗെയിമിന്, അതായത് ബെഡ്റോക്കിന് പെട്ടെന്ന് കൺഫ്യൂഷനാവും. നിങ്ങൾക്കറിയാവുന്ന പോലെ ബെഡ്റോക്ക് പൊട്ടന്നെ. അപ്പോൾ ആ ബെഡ്റോക്കിന് കൺഫ്യൂഷൻ കാരണം എന്നെ ഈ പോർട്ടിൻ്റെ അകത്തോട്ട് വിട്ട് ഈ പോർട്ടലിൽ ഞാൻ ചത്ത്. അപ്പോൾ എൻ്റെ ലൂട്ടെല്ലാം ഈ പോർട്ടലാണ് ഇപ്പോൾ കിടപ്പുണ്ട്. ആ ഡിസ്പോണായി കാണണം. എന്നാലും ഈ പോർട്ടലിൽ കയറിയിട്ടാണ് ഞാൻ ചത്തത്.
ഇത്തിരി നന്നായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാതെ അവിടുത്തെ പോർട്ടൽ ഇവിടുത്തെ പോർട്ടലുമായിട്ട് ലിങ്ക് ആയപ്പം അതിൻ്റെ അകത്ത് ചത്ത്. അതായത് എൻ്റെ ലൂട്ട് സത്യം പറഞ്ഞാൽ ഈ പോർട്ടലിനകത്ത് ചത്ത് കിടപ്പുണ്ട്. ഇവിടെ ഡീസ്പോൺ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പോകാൻ നേരത്ത് ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനായിട്ട് ലൂട്ടൊക്കെ ഒന്ന് മാറ്റിട്ടോ. എൻ്റെ ഇനി എമറാൾഡ് അധികം ഇല്ല, അതുകൊണ്ട് ലൂട്ടൊക്കെ മാറ്റി സേഫാക്കി പോകുന്നതാണ് ഇത്തിരി ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എനിക്ക് രണ്ടാമത് നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ നെതർ പോർട്ടൽ വീട്ടിൻ്റെ അകത്ത് ലിങ്കാക്കാൻ തീരുമാനിക്കുക. ഒക്കെ ചത്തില്ല. വെയിറ്റ്, എടാ ഇത് അയൺ പോർട്ടല്. ഇപ്പോൾ കണ്ടാൽ അയൻ്റെ അവിടെ സ്പോൺ ആവണം. ഇത് ഫുൾ ബഗ്ഗാ. ഇതെവിടെ കൂടെ എന്നെ കൊണ്ടിട്ട് തട്ടിയിടും. ഈ മനസ്സിലാത്ത കാര്യം, അവിടെ കയറിയ സംഭവം ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ടെലിപ്പോർട്ടായി. മനസ്സിലായ? 2 നെതർ പോർട്ടലിൽ ലിങ്കായി. ഓഞ്ഞോ. അപ്പം ഇനി ഒരു വഴിയുള്ളൂ, ആ നെതർ പോർട്ടൽ പൊട്ടിച്ചിട്ട് വീണ്ടും വെക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യും. ഇപ്പം പൊട്ടും. ഓക്കെ, പൊട്ടി. ഓക്കെ, നമുക്ക് ഐശ്വര്യമായിട്ട് കത്തിച്ചിട്ട് ഓക്കെ. ഇനി ഇപ്പം നെതർ പോർട്ടൽ പഴയ പോലെ കാണണം. കാര്യം ഞാൻ ഗെയിം പോയി ചോദിക്കുന്നത് ഞാൻ വീണ്ടും നെതർ പോർട്ടൽ പുതിയതുണ്ടാക്കിയതാണ്. ഓക്കെ, ഗെയിമേ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കണേ. ഇപ്പം ഇവിടെ എത്തിയ അടാ, ഇത് ബ്രേക്കായ ഗെയിം. ഇനി അയഫാമിൻ്റെ എല്ലാം റെസ്റ്റാടാ. ഈ ബെഡ്റോക്ക് എന്താടാ ഇങ്ങനെ? എൻ്റെ ബെഡ്റോക്കിൻ്റെ കാര്യം ഞാനീ കാര്യം ചെയ്ത തൽക്കാലം ചാവാം. ഇനി അവിടെ എത്തും പറയാം എന്തോ സംഭവം. ഒരു 3 എണ്ണം വെച്ചേക്കാം. ടിക്കറ്റ്സ് ഷീൽഡിരിക്കട്ടെ, ഒരു അത്യാവശ്യം, പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഇവിടെ തന്നെ ഒട്ടിച്ചിട്ട് വീണ്ടും വെക്കാം. അയ്യോ, ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ വെക്കാതെ പോയാനെ. എല്ലാം നല്ലതിന് വേണ്ടി. എടാ ഞാൻ ഇവിടെ തന്നെ എത്തിയടാ. ഇതെന്താടാ ഇങ്ങനെ? എനിക്കറിയില്ല. എനിക്കിതെന്തായാലും ഇങ്ങനെ ഇതാ ഞാൻ ഭ്രാന്താവും. എനിക്ക് ഭ്രാന്ത് പിടിക്കും. എൻ്റെ കൂടെ മാത്രം ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല. കൈസിക്കിട് പോയിട്ട് ഇതായിരുന്നു ആളവാ. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഇതെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ് എന്നെ സഹായിക്കുക. ഞാൻ ഇവിടെ ഹെൽപ്പ് വേണം, എനിക്ക് അറിയില്ല, ഹെൽപ്പ് വേണം, സഹായിക്കണ്ടേ. ഇത് ഭോജനം നൽകൂ, എനിക്കിത് ശരിയാക്കണം. അതിൽ കമൻറ്റ് പറയുന്ന